തിരുവനന്തപുരം കിളിമാനൂരിൽ പണയം വെച്ച 15 പവൻ സ്വർണം ഫിനാൻസ് ഉടമ മറിച്ചു വിറ്റെന്ന പരാതി ഉയർന്നിരിക്കുന്നു. ബാലൻപച്ച സ്വദേശി വസന്തകുമാരിയുടെ സ്വർണം പുളിമാത്ത് പ്രവർത്തിക്കുന്ന ദേവി ഫിനാൻസ് ഉടമ മറിച്ചു വിറ്റെന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയിട്ടും വേണ്ട നടപടിയെടുത്തില്ലെന്ന് വസന്തകുമാരി 24നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഭർത്താവിന്റെ ചികിത്സയ്ക്കും മറ്റുമായാണ് ജീവിതത്തിലെ ആകെ സമ്പാദ്യം വസന്തകുമാരി കിളിമാനൂർ പുളിമാത്ത് പ്രവർത്തിക്കുന്ന ദേവി ഫിനാൻസിൽ പണയപ്പെടുത്തിയത്. വിവിധ ഘട്ടങ്ങളിലായി 15 പവനിലധികം സ്വർണം ഈടായി നൽകി 5 ലക്ഷത്തോളം രൂപ വായ്പയെടുത്തു. ഒടുവിൽ പണയമായി നൽകിയ സ്വർണം തിരിച്ചെടുക്കാൻ ചെന്നപ്പോൾ കാലാവധി കഴിഞ്ഞെന്നും സ്വർണം വിറ്റെന്നുമാണ് ഫിനാൻസ് ഉടമ പറയുന്നത്. വസന്തകുമാരിയെ ഒരു ഘട്ടത്തിൽ പോലും നോട്ടീസ് അയച്ച ഇക്കാര്യം അറിയിക്കുകയോ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയോ സ്ഥാപന ഉടമ ചെയ്തിട്ടില്ല. ഞാൻ അന്യ ആൾക്കാരിൽ നിന്നും എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയൊക്കെ സഹായിച്ചാണ് ഈ സ്വർണ്ണങ്ങൾ, ഒത്തിരി എൻ്റെ സ്വർണ്ണം മാത്രമല്ല, അങ്ങനെ സഹായിച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പണയം വെച്ചു. പണയം വെച്ചിട്ട് അവർ സ്വർണ്ണം എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നു സ്വർണ്ണം വിറ്റെന്ന് പറയുന്നു. എന്നെ അറിയിക്കാതെയാണ് അവർ സ്വർണ്ണം വിറ്റത്. ഒരു നോട്ടീസ് അയച്ചിട്ടില്ല, അയക്കാതെയാണ് സ്വർണ്ണം വിറ്റത്. സ്വർണ്ണം വിറ്റു, എനിക്ക് സ്വർണ്ണം തരണമെന്ന് പറഞ്ഞ് ഇപ്പം കേസായിട്ട് അവർ സ്വർണ്ണവും തരൂല്ല, പൈസയും തരൂല്ല. സ്ഥാപനത്തിൽ കയറിയിറങ്ങി മടുത്ത വസന്തകുമാരി കിളിമാനൂർ പോലീസിൽ പരാതി നൽകി. നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് റൂറൽ എസ്.പിക്കും ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്കും പരാതി കൈമാറി. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടതോടെ കിളിമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ കേസെടുത്തതല്ലാതെ മറ്റു നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നില്ലെന്നാണ് ആക്ഷേപം. 1-ാം പ്രതി മിനിയാണ്. ഈ 1-ാം പ്രതി മിനി ഒരൊറ്റ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടില്ല. അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് ഇവർക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പാണ് എഴുതിയിരിക്കുന്നത്. ഈ മിനി എന്ന് പറയുന്ന വ്യക്തി ഒളിവിലും ആയിരുന്നു. എല്ലാ സഹായങ്ങളും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചാർജ് ഷീറ്റ് കൊടുക്കുന്നില്ല. അവരെ സഹായിക്കുന്നതുകൊണ്ട് തന്നെയാണ് ചാർജ് ഷീറ്റ് കൊടുക്കാത്തത്. ഉടമയുടെ വീട്ടിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ഈ ഫിനാൻസ് സ്ഥാപനത്തിന് നിയമപരമായ അനുമതിയില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. റിനു ശ്രീധർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.